ആഭ്യന്തരമായ സമ്മർദ്ദങ്ങളുടെയും വൈദേശികമായ ഭിന്നതകളുടെയും ഇടയിൽപ്പെട്ട് ഉഴറി നിന്ന ചക്രവർത്തിക്ക് പക്ഷേ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ചില നീക്കങ്ങളും യൂറോപ്പിൽ സന്നദ്ധരായ ചില പോരാളികളുടെ കീഴിൽ നടക്കുന്നുണ്ടായിരുന്നു. അവരിൽ പ്രധാനി 1453 ജനോവയിൽ നിന്നും കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് വന്ന പ്രഗത്ഭനും അതിസാഹസികനും മികച്ച ഒരു സൈനികനുമായ ജിയോവാനി ജിയുസ്റ്റിനിയാനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ജനോവയിൽ നിന്നുള്ള 400 പടയാളികളും ജനോയിസ് ചിയോസിൽ നിന്നുള്ള 300 പടയാളികളും ഉണ്ടായിരുന്നു. കോട്ട നഗരങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ഒരു വിദഗ്ധൻ എന്ന പേര് കേട്ടിരുന്ന ജിയോവാനിക്ക് കോട്ടയുടെ പൂർണ്ണ ചുമതല നൽകിയാണ് ചക്രവർത്തി അദ്ദേഹത്തെ ആദരിച്ചത്. കർദിനാൾ ഇസിദോർ കീഴിൻ്റെ കീഴിൽ 200 വില്ലാളികളെയും 3 കപ്പൽ സാധനങ്ങളെയും മാർപ്പാപ്പ സ്വന്തം നിലയിൽ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് അയച്ചു നൽകി. ഗോൾഡൻ ഹോണിലുണ്ടായിരുന്ന വെനീഷ്യൻ കപ്പലുകളുടെ ക്യാപ്റ്റന്മാർ വെനീസിലെ രാജശാസനങ്ങൾക്ക് വിരുദ്ധമായി അവയെ അവഗണിച്ചുകൊണ്ട് ചക്രവർത്തിയുടെ ഉപരോധങ്ങൾക്ക് ശക്തി പകരാൻ സേവനങ്ങൾ വാഗ്ദാനം ചെയ്തു. വെനോസയിലെ പ്രഭുവും യുജൻഡോയിലെ കൗണ്ടിയുമായ ഗബ്രിയൽ 200 നെപ്പോളിയൻ വില്ലാളികൾക്കൊപ്പം പ്രതിരോധ മുന്നണിയിൽ അണിചേർന്നു. തുർക്കികളുടെ സൈനിക ബലവുമായി തട്ടിച്ചു നോക്കുമ്പോൾ പക്ഷേ ഈ സഹായങ്ങളെല്ലാം തുച്ഛവും തുലവുമായിരുന്നു. അതിനാൽ അവസാനത്തെ ഒരു ശ്രമമെന്നോണം സുൽത്താനെ പാരിതോഷികങ്ങളും മറ്റു ഉപാധികളും വെച്ചുകൊണ്ട് ഈ ഉപരോധത്തിൽ നിന്നും ഈ ആക്രമണത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഒരു വിഫല ശ്രമവും ചക്രവർത്തി നടത്തുന്നു. എന്നാൽ അതൊന്നും തന്നെ സുൽത്താന് സ്വീകാര്യമായിരുന്നില്ല. എന്നിരുന്നാലും പരസ്പര ഭിന്നതകളെല്ലാം മാറ്റിവെച്ച് അപ്പോഴും ചക്രവർത്തിയും യൂറോപ്പും നിരന്തരം ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായി പോപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു വാർ കൗൺസിൽ രൂപീകരിക്കുകയും കോൺസ്റ്റാന്റിനോപ്പിൾ പ്രതിരോധിക്കേണ്ടതിന് വേണ്ട ഒരു സേനയെ രൂപവൽക്കരിക്കാനും തത്വത്തിൽ അംഗീകാരം നേടിയെടുക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രവൃത്തികളെല്ലാം വളരെ മന്ദഗതിയിലായിരുന്നു. സമയത്തിന് തൻ്റെ സാമ്രാജ്യത്തിൻ്റെ വില കൽപ്പിച്ച ചക്രവർത്തി ഇഴഞ്ഞു നീങ്ങുന്ന സഹായ സന്നാഹങ്ങളെ കാത്തുനിൽക്കാതെ സ്വന്തം നിലയിൽ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. സുശക്തമായ കോട്ടയാണ് തനിക്കുള്ളതെങ്കിലും അതിനെ വീണ്ടും ശക്തിപ്പെടുത്താൻ അദ്ദേഹം തീരുമാനിച്ചു. കരയിലൂടെയുള്ള ഏത് ആക്രമണങ്ങൾക്കും തങ്ങളെ മറികടക്കുക എളുപ്പമല്ല എന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാമായിരുന്നു. അപ്പോൾ തീർച്ചയായും കടൽ മാർഗമുള്ള ആക്രമണത്തിലായിരിക്കും തുർക്കികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അതിന് അദ്ദേഹത്തിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ബൈസന്റൈൻ കോൺസ്റ്റാന്റിനോപ്പിൾ ആദ്യവും അവസാനവുമായി കീഴടങ്ങിയത് 1204 കുരിശ് യുദ്ധത്തിലാണ്. അന്ന് ശത്രുക്കൾക്ക് വിജയം നൽകിയത് കോട്ടയുടെ ഗോൾഡൻ ഹോണിലെ ഉൾക്കടലിലേക്ക് കപ്പലുകൾ പ്രവേശിച്ചതാണ്. അതിനാൽ ഗോൾഡൻ ഹോണിൻ്റെ പ്രവേശന കവാടത്തിൽ ശക്തമായ ചെങ്ങലകൾ മരത്തടിയിൽ ഒഴുകി നടക്കുന്ന രീതിയിൽ കുറുകെ ഇരുവശത്തുമുള്ള 2 ദുർഗങ്ങളിലുമായി ബന്ധിപ്പിച്ചിരുന്നു. സഹായ സേനകൾ എത്തുന്നതുവരെ ഒട്ടോമൻ കപ്പലുകളെ എന്നല്ല ഏത് തരം ആക്രമണത്തിന് വരുന്ന കപ്പലുകളെയും തടഞ്ഞു നിർത്താൻ ആ സംവിധാനം ധാരാളമായിരുന്നു. അതിനാൽ തന്നെ അത് വീണ്ടും സുശക്തമാക്കാനും ബലപ്പെടുത്താനും വേണ്ട നിർദ്ദേശങ്ങളും അദ്ദേഹം നൽകിയിരുന്നു. ഇതിനിടയിലാണ് ഹംഗറിയിലെ മികച്ച ഒരു ആയുധ നിർമ്മാതാവായ ഉർബൻ ചക്രവർത്തിയെ സമീപിച്ച് പ്രതിരോധ നിരക്ക് ആവശ്യമായ ഇതുവരെ ആരും നിർമ്മിക്കാത്തത്ര ഭീമവും ഫലപ്രദവുമായ പീരങ്കികൾ നിർമ്മിച്ചു നൽകാം എന്ന വാഗ്ദാനം നൽകിയത്. എന്നാൽ അതിനുവേണ്ട സാമ്പത്തിക സുസ്ഥിരത ആ സമയത്ത് ചക്രവർത്തിക്ക് ഇല്ലായിരുന്നു. അതിനാൽ അദ്ദേഹം
ഉർബാനെ നിരാശനായി മടക്കി അയച്ചു. എന്നാൽ ഈ തീരുമാനം അദ്ദേഹത്തിൻ്റെ പതനത്തിന് തുടക്കമാണെന്ന് അറിയാൻ അദ്ദേഹം വൈകിപ്പോയി. അവസരവാദിയായ ഉർബാൻ നേരെ പോയത് സുൽത്താൻ മുഹമ്മദിൻ്റെ അടുത്തേക്കാണ്. പീരങ്കി സാങ്കേതിക വിദ്യയിലും നിർമ്മാണങ്ങളിലും തുർക്കികൾ മുമ്പിൽ തന്നെയാണെങ്കിലും എല്ലാ സാധ്യതകൾ തേടാനും തയ്യാറായ സുൽത്താൻ ഉർബാൻ ആവശ്യപ്പെട്ടത് എല്ലാം തന്നെ നൽകി. ഫലമോ ലോകം അന്ന് വരെ കാണാത്ത അത്ര വലിയ ഒരു ബോംബാർഡ്മെൻറ്റ് സൃഷ്ടിച്ചു നൽകി. ഉർബാൻ സുൽത്താനോട് നീതി കാണിച്ചു. അതുവരെ ആർക്കും ഭേദിക്കാൻ പറ്റാത്ത കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഭിത്തികളുടെ അന്തകൻ ബസലിക്ക എന്ന ഭീമൻ പീരങ്കി തുർക്കിയുടെ മണ്ണിൽ പിറവികൊണ്ടു. 27 അടി നീളമുണ്ടായിരുന്ന ബസലിക്ക 270 കിലോഗ്രാം ഭാരമുള്ള കൽഗോളങ്ങളെ വരെ 106 കിലോമീറ്റർ വരെ ദൂരത്തെത്തിക്കാനുള്ള പ്രഹരശേഷി ഉണ്ടായിരുന്നു. ആ കാലത്ത് ഇത് തീർത്തും അത്ഭുതമായിരുന്നു, അവിശ്വസനീയമായിരുന്നു. തയ്യാറെടുപ്പുകളുടെ അന്തരീക്ഷത്തിൻ്റെ അകമ്പടിക്കൊടുവിൽ അങ്ങനെ ചരിത്രത്തിൻ്റെ അനിവാര്യമായ ഏറ്റുമുട്ടലിന് കളമൊരുങ്ങി തുടങ്ങി. അന്നത്തെ ഒട്ടോമൻ തലസ്ഥാനമായ എഡ്രിനിൽ 10,000-ഓളം ജാനിസറുകളും 5,000-ഓളം സെർബിയൻ കുതിരപ്പടയും 10,000-ഓളം ബാൾക്കൻ പോഷക സേനകളും വലിയ പീരങ്കിയായ ബസിലിക്ക അടക്കം 70-ഓളം ക്യാനോണുകളും തുർക്കിയുടെ സ്ഥിരം സൈന്യവും അടക്കം 80,000-ഓളം വരുന്ന കരസേന സുൽത്താൻ്റെ നേരിട്ടുള്ള നേതൃത്വത്തിൽ അണിനിരന്നപ്പോൾ അങ്ങ് കിഴക്ക് ബുസ്ര നാവിക താവളത്തിൽ ബർമറ കടലിൻ്റെ ഓളങ്ങളിൽ 110-ഓളം വരുന്ന പടക്കപ്പലുകൾ നാവിക തലവൻ ബഡ്ഗോലുവിൻ്റെ കീഴിലും വിന്യസിക്കപ്പെട്ടു. അങ്ങനെ പടിഞ്ഞാറ് നിന്നും കരസൈന്യവും കിഴക്ക് നിന്ന് കപ്പൽ പടയും കോൺസ്റ്റാന്റിനോപ്പിൾ ലക്ഷ്യമാക്കി നീങ്ങിത്തുടങ്ങി. നഗരത്തിൻ്റെ അതിർത്തി ഗ്രാമത്തിൽ വന്ന് തമ്പടിച്ച സുൽത്താൻ ഉപരോധത്തിന് മുന്നാടിയായി ശത്രുവിൻ്റെ മറ്റെല്ലാ ശേഷിക്കുന്ന പ്രതിരോധങ്ങളും തകർക്കാൻ മികച്ച ഒരു സൈനിക വ്യൂഹത്തെ നിയോഗിക്കുകയും ചെയ്തു. ബോസ്പറസിലെ തെറാപ്പിയ കോട്ടയും മർമര കടലിനടുത്തുള്ള സ്റ്റൂഡിയസ് ഗ്രാമത്തിലെ ഒരു ചെറിയ കോട്ടയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവർ പിടിച്ചെടുത്തു. മർമര കടലിലെ പ്രിൻസസ് ദ്വീപുകൾ അഡ്മിറൽ ബൽടോഗുവിൻ്റെ കപ്പൽ സേനയും പിടിച്ചെടുത്തു. വടക്ക് ഗോൾഡൻ ഹോണിൻ്റെ ഇടതുപാർശ്വത്തിലെ ഗലാട്ട കോട്ട വളയുകയും ചെയ്തു. കോൺസ്റ്റാന്റിനോപ്പിൾ അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞിരുന്നു. എല്ലാ പ്രതിരോധങ്ങളും വീണപ്പോൾ 1453 ഏപ്രിൽ 5 സുൽത്താൻ പട കോട്ടയ്ക്ക് ലക്ഷ്യമാക്കി നീക്കി. ഇതേസമയം 4,000-ഓളം വരുന്ന സ്വന്തം സൈനികരും 3,000-ഓളം വരുന്ന വിദേശ സൈനികരുമടക്കം വെറും 7,000 പരിശീലനം സിദ്ധിച്ച സൈനികരാണ് 20 കിലോമീറ്റർ കരയിലും 12 കിലോമീറ്റർ കടലിലും 5 കിലോമീറ്റർ ഗോൾഡൻ ഹോൺ തീരത്തുമായി പടർന്നു കിടന്നിരുന്ന ആ ബൃഹത് കോട്ട സംരക്ഷിക്കാൻ ആകെ ഉണ്ടായിരുന്നത്. 30,000-ഓളം വരുന്ന സാധാരണ ജനങ്ങൾ ആയുധമണിഞ്ഞ് തങ്ങളുടെ നഗരത്തെ സംരക്ഷിക്കാൻ സന്നദ്ധരായി യുദ്ധമുഖത്തും ഉണ്ടായിരുന്നു. നാവികസേനയുടെ 27-ഓളം കപ്പലുകൾ ഗോൾഡൻ ഹോണിന് നിലയുറപ്പിച്ചിരുന്നു. സൈനികരുടെ ദൗർലഭ്യം കാരണം കരഭാഗത്തിലെ കോട്ടയിലാണ് കൂടുതലും സൈനികർ നിലയുറപ്പിച്ച് സാന്നിധ്യം അറിയിച്ചിരുന്നത്. കടലിൻ്റെ കോട്ടഭാഗങ്ങളിൽ പീരങ്കികളും ചെറിയ ഒരു സൈനിക ദളവും മാത്രമാണ് പ്രതിരോധത്തിന് ഉണ്ടായിരുന്നത്. എന്നാലും കോട്ടയുടെ ഘടനയും ഭൂമിശാസ്ത്രവും അവരെ സംരക്ഷിക്കാൻ പര്യാപ്തമായിരുന്നു. ഗോൾഡൻ ഹോണിനെ പ്രധാനമായും സംരക്ഷിച്ച് നിർത്തിയിരുന്നത് മുമ്പ് പറഞ്ഞ കുറുകെ കെട്ടിയ പ്രതിരോധ ചെങ്ങല തന്നെയായിരുന്നു. ആ ചെങ്ങലക്ക് അപ്പുറവും ഇപ്പുറവുമായി ബെൻസിൻഡിയൻ കപ്പൽപ്പട വിന്യസിക്കപ്പെട്ടിരുന്നു. ഇതൊന്നും പക്ഷേ ഉപരോധ യുദ്ധത്തിൽ അതിവിദഗ്ധരായ തുർക്കികളെ തടയാൻ പര്യാപ്തമായിരുന്നില്ല. ഒരു പട്ടണത്തെ എങ്ങനെ ഉപരോധിക്കണമെന്ന ശാസ്ത്രീയമായ എല്ലാ മാർഗങ്ങളും തുർക്കികൾക്ക് വശമായിരുന്നു. അതിനാൽ മികച്ച ആയുധങ്ങൾക്കും സൈനികർക്കും പുറമെ അവർ വെള്ളത്തിൻ്റെ ലഭ്യതയും മികച്ച ഭക്ഷണത്തിൻ്റെ ലഭ്യതയും എപ്പോഴും ഉറപ്പാക്കിയിരുന്നു.
അതോടൊപ്പം തന്നെ സാംക്രമിക രോഗങ്ങളെ തടയാൻ വിട്ടുവീഴ്ചയില്ലാത്ത മാലിന്യ സംസ്കരണം, ശൗചാലയ നിർമ്മാണം, ശവസംസ്കാര മാർഗങ്ങൾ എന്നിവ കർശനമായി നടപ്പാക്കിയിരുന്നു. വ്യക്തിശുചിത്വം തുർക്കി സൈന്യത്തിൻ്റെ മുഖമുദ്രയായിരുന്നു. 3 രീതിയിലാണ് സുൽത്താൻ ആക്രമണം പദ്ധതി തയ്യാറാക്കിയിരുന്നത്: കടലിലൂടെ, കരയിലൂടെ, തുരങ്കത്തിലൂടെ. അതിനായി മികച്ച തുരങ്ക നിർമ്മാതാക്കളായ ഹംഗേറിയൻ പൗരന്മാരെയും തുർക്കി പടക്ക് ഒപ്പം കൂട്ടിയിരുന്നു.